അവിടെ ഒരു പണിക്കാരനുണ്ട്. നമ്മൾ തോട്ടം മൊത്തം ചെത്തി നന്നാക്കാട്ടോ. ഗോപി സുഗന്ധഗിരി ഗോപിയേട്ടനാണ്. ഗോപിയേട്ടാ സാറല്ലേ? തെങ്ങും തൈയൊക്കെ നല്ല നന്നാക്കി. ഇതവിടെയൊക്കെ കൊലകൾ, പിന്നെ കൊലച്ചതും കൊലച്ചുകൊണ്ടിരിക്കുന്നതും. അവിടെ ഒരു കൊലുണ്ട്. അതന്നെ അവിടെ വലിയൊരു കൊലുണ്ട് ഗോപിയേട്ടാ. അത് പൊട്ടിച്ചാടിയാൽ നഷ്ടമാണെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഞാൻ കുത്തുകൊടുത്ത, ഞാൻ കാണിച്ചുതരാം കേട്ടോ. ഒരാളെ നീളമുണ്ട് ഈ കൊല. അത് മനസ്സിലായിട്ടുണ്ടെന്നറിയില്ല. പിന്നെ ഫോണ് നല്ല ഫോണായതുകൊണ്ട് വലിയ വായാണ്. ഇതാ ഒരു ലെങ്ത്ത് പൈപ്പാണ് ഈ കുത്തി കൊടുത്തിരിക്കുന്നത്. 2 ലെങ്ത്ത് പൈപ്പ് 2 ഭാഗത്തുനിന്ന് ഇങ്ങനെ കുത്തിയിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ അത്ര ആ പൈപ്പിൻ്റെ തല കുറച്ച് മേലക്കാതെ അങ്ങോട്ടുണ്ട്. ഒരു 10-17 അടി ഉയരത്തിലാണ് ഈ വായുള്ളത്. വണ്ണം കണ്ടില്ലേ അതിൻ്റെ? അപ്പം അങ്ങനെ കണ്ട കുറേ കൊലകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഗോപിയേട്ടന് ഇവിടെയൊക്കെ ഒന്ന് ചെത്തി നന്നാക്കി കൊടുക്കുകയാണ്. നന്നാക്കിയ ഭാഗം കാണിച്ചു കൊടുക്കട്ടെ. എൻ്റെ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലാവും. ഇതാ ചാരപ്പൂവൻ, ഇതാ പൂവൻ കോഴി, ഇതിലൊരു പൂവൻ കോഴി ഫയോമി. അപ്പോൾ ഗോപിയേട്ടൻ മൊത്തം ഇങ്ങനെ ചെത്തി വൃത്തിയാക്കി വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സംഭവം ഇതാണ്. ഇത് അത്യാവശ്യം വലിയൊരു വായ തന്നെയാണ്. ഇത് ഒറിജിനൽ പൂവനാണ്. അപ്പോൾ ഓക്കെ ഗോപിയേട്ടാ, സുഹൃത്തുക്കളെ, ഇത് നമ്മളെ ഗോപിയേട്ടൻ കേട്ടോ. വിളിച്ചാൽ ഉടനെ പണിക്ക് വരും. നിങ്ങളെ മുഖം കാണില്ലല്ലോ. എന്ത് പണിയോ? അല്ല, ഇത് കാണുമ്പോൾ ആൾക്കാർ ഇങ്ങനെ എന്നോട് ചോദിക്കുമല്ലോ. ഞാൻ മെസ്സേജ് അയച്ചിട്ട് നമ്പർ കൊടുത്തോളാം നിങ്ങളെ. ഓക്കെ കണ്ടോ, ഗോപിയേട്ടൻ നല്ല വൃത്തിയാക്കി. ഒന്ന് ചെത്തി ഗോപിയേട്ടാ, ചെത്തി കാണിച്ചു കൊടുക്കട്ടെ. കണ്ടോ, ഗോപിയേട്ടൻ ചെത്തിനുണ്ട്. ഇങ്ങനെ ഒരു ചെറിയൊരു മുളച്ച തൈ വരെ ഉണ്ടാവില്ല. കണ്ടോ, നല്ല വൃത്തിയായി ചാക്കം പോലെ അങ്ങനെ നന്നാക്കും. ഒരു മാന്യമായ കൂലി ഗോപിയേട്ടൻ വാങ്ങുള്ളൂ നമ്മളിൽ നിന്നൊക്കെ. അതാണ് ഗോപിയേട്ടൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതവിടെയൊക്കെ ഇങ്ങനെ നന്നാക്കി വന്ന് അതൊക്കെ ഇങ്ങനെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെങ്ങും തൈ നന്നാക്കി. ഇതിപ്പോൾ നന്നാക്കും. ഈ തെങ്ങും കൂടി നന്നാക്കാണ്ട്. അവിടെ ഒരു തെങ്ങും തൈ ഉണ്ടാവും നന്നാക്കാണ്ട്. ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ പണിയെടുക്കാതെ ഇങ്ങനെ നിന്നിങ്ങനെ കാണാൻ നല്ല രസമാണ്. കൈക്കോട്ട് വാങ്ങിയിട്ട് ഒരു വട്ടം ഒന്ന് വലിച്ചു നോക്കിയാലല്ലേ അതിൻ്റെ വിവരം അറിയുള്ളൂ. വയറിങ്ങോട്ട് വേദനാവും എനിക്ക്. കാരണം വയറുമ്മേലെ അധികം വെയിറ്റ് വരിക. വയറിനല്ലേ വെയിറ്റ് വരിക? ആ, കയ്യിനും കാലിനൊന്നല്ല അല്ലേ? വയറിങ്ങനെ ബലം പിടിച്ച് വയറ് വേദനയാവും. കൈക്കോട്ട് കൊള്ളാത്ത സ്ഥലം കൈയേറ്റ് പറിച്ചെടുക്കും അല്ലേ കേട്ടാ? എന്നാലും അതിൻ്റെ ആ വൃത്തിയുണ്ട് വരുള്ളൂ അല്ലേ? ഞാനത് ഫുള്ള് വൃത്തിയാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ സുഹൃത്തുക്കളെ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളെ ഗോപിയേട്ടനതാ. ഗോപിയേട്ടാ, ഒക്കെ ക്ലിയർ ആയില്ലേ? ചോറിന്ന് റെസ്റ്റ് എടുക്കുക. ഇരുന്നോളി. 5 മിനിറ്റ് അല്ലേ, അരമണിക്കൂർ തന്നെ ഇരുന്നോളി. ഇവിടെ അല്ല, കുറച്ച് നേരം ഇരുന്നോളി. എന്നിട്ട് മഴ കഴിയുമ്പോൾ അത് തീർത്ത് പോകാമല്ലോ. കണ്ടില്ല സുഹൃത്തുക്കളെ, എന്താ സൂപ്പർ ഇതാട്ടോ. ഈ തെങ്ങും കുഴിയിലൊക്കെ നിറച്ച് മണ്ണുണ്ട്. എനിക്ക് പെരിച്ചായി മാറ്റിയിട്ട് അടിച്ചു വാര്യമായി ആക്കിയാണ്ടോ. അതാണ് ഗോപിയേട്ടൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ ഈ ഭാഗത്തൊക്കെ കാട് പിടിച്ച് കിടക്കല്ലേനു. ഇതൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. എൻ്റെ പരിപാടി എന്താ വെച്ചാൽ ഞാൻ കയ്യിലും കൊണ്ടാണ് വരുന്നത്. നേരത്തെ ബാക്കി പോരാൻ വേണ്ടിയിട്ട്. അതായത് കപ്പും കൂടി ഇരിക്കട്ടെ കേട്ടോ. ഈ ഭാഗം മൊത്തം ഇവിടെ മെറ്റിലിടാൻ വേണ്ടിയിട്ട് അന്ന് കട്ട കെട്ടിയതാണ്. അത് ഇടാൻ സമയം കിട്ടിയില്ല. മെറ്റിലിടണം. ഇനി അവിടെ ആ കട്ട ഇവിടെ കെട്ടിയിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അതിര് കെട്ടണമല്ലോ. വീടും നമ്മളെ വളപ്പുമായിട്ട് ഒരു ഇത് വേണ്ടേ, ഒരു വേർതിരിവ് വേണമല്ലോ. അപ്പോൾ അതിനും വേണ്ടിയിട്ട്